തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും UDFന് കീറാമുട്ടിയായി സീറ്റ് വിഭജനം. കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി നടന്ന സീറ്റ് ചർച്ചയിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇടുക്കി സീറ്റിൽ PJ ജോസഫ് വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് സൂചന. കോൺഗ്രസ് മുസ്ലിം ലീഗ് ചർച്ചകളിലും ധാരണയിലെത്താൻ കഴിയാത്തതിനാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടത് സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ UDFന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ അണികളും അമർഷത്തിലാണ്. നമ്മളെല്ലാം കഴിഞ്ഞ തവണത്തെ എല്ലാ സീറ്റും ചോദിച്ചിട്ടുണ്ട്. അതിന് ചില വിട്ടുവീഴ്ചകൾ പറയേണ്ടി വരും. ഇടുക്കിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചോദിച്ചിട്ടുണ്ടോ കോൺഗ്രസ് UDF? ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. കർഷക പാർട്ടിയാണല്ലോ ഇടുക്കി പോലെയുള്ള ഒരു മണ്ഡലം വിട്ടുകൊടുക്കുക എന്നത് സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കാര്യമല്ലേ? പ്രയാസമുണ്ട്. പിന്നെ മുന്നണി ആയതുകൊണ്ട് ചർച്ചയിൽ നാളെ അവസാനമായിട്ട് പറയാം. ഞങ്ങളെ സീറ്റ് ചർച്ച പൂർത്തിയാക്കി അതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് വെച്ചിട്ട് ഇന്ന് നേതാക്കന്മാരൊക്കെ തങ്ങൾ കാണുകയാണ്. അപ്പോൾ ഒറ്റക്കും കൂട്ടായൊക്കെ തങ്ങൾ നടത്തുന്ന ചർച്ചയാണിന്ന്. ആ പ്രോസസ്സ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ സമയം നിശ്ചയിച്ച് നിങ്ങളോട് പറയാം. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ തോമസ്, ആദ്യം പട്ടികയുമായി ഞങ്ങൾ വരുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ആണ് നിലവിൽ ഇതുവരെയും പട്ടികയിൽ ഒരു തീരുമാനമാകാതെ നിൽക്കുന്നത്. അപ്പോഴും തീരുമാനമായത് തന്നെ 50 എന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് അത് 34-ലേക്കൊക്കെയായി ചുരുങ്ങുകയാണ്. അപ്പോഴും ഈ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനത്തിൽ ഇതുവരെ തീരുമാനവുമായില്ല. ഈ ജോസഫ് വിഭാഗവുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ ജോസഫ് വിഭാഗം മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അത്തരം കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിക്കാനായിട്ടുണ്ടോ? അതിനുശേഷവും ഇത്തരം ഇതൊരു കീറാമുട്ടിയായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ തന്നെ ലീഗുമായി ബന്ധപ്പെട്ട കുഞ്ഞാലിക്കുട്ടി മറ്റൊരു സാധ്യതയുമില്ല, എല്ലാ സീറ്റുകളും ഞങ്ങൾ മത്സരിച്ച എല്ലാ സീറ്റുകളും ഞങ്ങൾക്ക് തന്നെ ഉണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. അപ്പോഴും അവിടെയും എന്താണ് ഈ ആശയക്കുഴപ്പം വരാനുള്ള ഒരു സാഹചര്യം? ശാമിലി, നമുക്കറിയാവുന്ന പോലെ UDFൻ്റെ ചർച്ചകൾ വഴിമുട്ടിയത് ഈ ഘടകകക്ഷിയുമായുള്ള ഉപകക്ഷി ചർച്ചയിലാണ് അത്തരത്തിലുള്ള ഒരു വഴിമുട്ടിയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ലീഗുമായി ഏതാണ്ട് ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലീഗുമായുള്ള സീറ്റ് ചർച്ചകൾ ഇന്നലെ തന്നെ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൽ ചില അവസാന ചർച്ചകൾ മാത്രമാണ് ഇനി ആവശ്യമുള്ളത്. ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പട്ടിക വരുന്നതിനോടൊപ്പം തന്നെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജോസഫ് വിഭാഗവുമായി ഇന്നലെ വൈകുന്നേരവും രാത്രി വൈകിയും ആലുവ പാലസിൽ വെച്ച് ചർച്ച നടന്നിരുന്നു. PJ ജോസഫ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ ഭാഗത്തു നിന്ന് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഫ്രാൻസിസ് ജോർജ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മോൻസ് ജോസഫ് MLA ഉണ്ടായിരുന്നു. അവരൊക്കെയും പങ്കെടുത്തിരുന്ന ഒരു ചർച്ചയാണ്. VD സതീശനുമായാണ് ചർച്ച നടത്തിയത്. ഇതിൽ കോൺഗ്രസ് പ്രധാനമായും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്ന 2 സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇടുക്കിയും ഏറ്റുമാനൂരും 2 സീറ്റുകളിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന തരത്തിലാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു സീറ്റ് കൂടി, ഒന്നുകിൽ തൃക്കരിപ്പൂര് അല്ലെങ്കിൽ കുട്ടനാട് സീറ്റ് എന്ന നിലയിലേക്കും കൂടി കോൺഗ്രസ് ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആവശ്യത്തോട് ജോസഫ് വിഭാഗം എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഉണ്ടായത്. അവർക്ക് ഏറ്റുമാനൂർ വിട്ടു നൽകുമ്പോൾ പകരം പൂഞ്ഞാർ സീറ്റ് നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഏറ്റുമാനൂർ എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ജോസഫ് വിഭാഗം കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ അവരെ അറിയിച്ചിട്ടുള്ളതും. ഇവരുമായുള്ള ഈ ഉഭയകക്ഷി ചർച്ചയിലുണ്ടായ ഒരു തടസ്സമാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വൈകുന്നതിന് പ്രധാന കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ പട്ടിക ഏതാണ്ട് ഓൾമോസ്റ്റ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആദ്യഘട്ട പട്ടിക ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലടക്കമുള്ള പല സീറ്റുകളുമാണ് ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലെ സീറ്റുകളാണ് കീറാമുട്ടിയായി ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ മധ്യ കേരളത്തിലെ സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ് ഈ വഴിമുട്ടി നിൽക്കുന്നത്. അതും ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് ഈ മണിക്കൂറുകളിൽ തന്നെ ചർച്ചകൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീശനുമായും KPCC പ്രസിഡന്റുമായും ഒക്കെയും ഇവർ ഫോണിൽ ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിൽ തീരുമാനം ഉണ്ടാകുക 3 സീറ്റെങ്കിലും ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാഹചര്യമുണ്ട്. ഏതായാലും ഇടുക്കി സീറ്റിൻ്റെ കാര്യത്തിലും ഏറ്റുമാനൂർ സീറ്റിൻ്റെ കാര്യത്തിലും തർക്കമില്ലാതെ തന്നെ അവർ വിട്ടു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ആവശ്യം, അവർ പറയുന്നത് മുസ്ലിം ലീഗിന് സീറ്റ് കുറച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ജോസഫ് വിഭാഗത്തിന് സീറ്റ് കുറയ്ക്കുമ്പോൾ അത് വലിയ തോതിൽ പാർട്ടിക്കിടയിൽ, അണികൾക്കിടയിൽ അതൊരു വലിയ അമർഷത്തിനിടയാക്കും. അതുകൊണ്ട് പകരം സീറ്റ് പൂഞ്ഞാർ എന്ന നിലയിലാണ് അവർ ഒരു സാധ്യത മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് കോൺഗ്രസ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഈ ചർച്ചകൾ ഉണ്ടാകും. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തീരുമാനമുണ്ടായി നാളെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ജോസഫ് വിഭാഗം നടത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസുമായുള്ള ചർച്ചകൾ ഈ മണിക്കൂറുകളിൽ പുരോഗമിക്കുകയാണ്. ശരി, ആൽവിൻ തോമസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.